ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മൊണാലിസ സ്പെഷ്യാലിറ്റീസ്, മൊണാലിസ പെയിൻറ്റിങ്ങിൻ്റെ, മൊണാലിസ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വിശ്വപ്രശസ്തമായ ആ ഒരു പെയിൻറ്റിങ് മൊണാലിസ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ആ ഒരു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കലാസൃഷ്ടികളിലൊന്നാണ് ഈ മൊണാലിസ പെയിൻറ്റിങ് എന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇറ്റാലിയൻ കലാകാരനായ ലിയോണാർഡോ ഡാവിഞ്ചി, അദ്ദേഹമാണ് ഈ പെയിൻറ്റിങ് ഇത് ചിത്രീകരിച്ചത്. അതായത് ഏകദേശം 1503-നും 1506-നും ഇടയിലാണ് അദ്ദേഹം ഇത് ചിത്രീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1503-നും 1506-നും ഇടയിൽ. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയായിരുന്നു മൊണാലിസ എന്നത്. ആ കൃതിയുടെ പേരാണ് അദ്ദേഹം ഈ ചിത്രത്തിന് വെച്ചത്. അതായത് അദ്ദേഹം വരച്ചതെന്ന് പറയുന്നത് ഇറ്റാലിയൻ കുലീനയായ ലിസ ജിയോക്കോണ്ട, അവരെയാണ് അദ്ദേഹം വരച്ചത്. പക്ഷേ അത് പിന്നീട് അദ്ദേഹം ആ കുടുംബത്തിന് ആ ഒരു ചിത്രം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് തളർവാദം പിടിക്കുകയും അദ്ദേഹത്തിന് വലത് കൈ തളർവാദ രോഗം അദ്ദേഹത്തിന് പിടിക്കുകയും പിന്നീട് ആ ചിത്രം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ആ ചിത്രം അദ്ദേഹം ആ ജിയോക്കോണ്ട ഫാമിലിയെ ഏൽപ്പിക്കാതെ സല എന്നൊരു ആളെ ഏൽപ്പിക്കുകയും പിന്നീട് അവരുടെ കയ്യിൽ നിന്നും അത് ഫ്രഞ്ച് ഒന്നാമൻ, അന്നത്തെ ഫ്രാൻസിലെ രാജാവായിരുന്ന ഫ്രാൻസിസ് ഒന്നാമൻ രാജാവ് അത് ഏറ്റെടുക്കുകയും പിന്നീടത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ സ്വത്തായിട്ട് കണക്കാക്കപ്പെടുകയും പാരീസിലെ ലുബ്രയിൽ അത് സൂക്ഷിക്കുകയും ചെയ്തു. അത് പ്രദർശിപ്പിച്ച് അത് സൂക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ആദ്യ വർഷങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 400 വർഷങ്ങളോളം ഇതൊരു ആർക്കും അറിയപ്പെടാതിരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് ഇത് ലോകപ്രശസ്തമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1911 ഇത് മോഷണം പോവുകയും പിന്നീട് 1914 ഇത് വീണ്ടെടുക്കുകയും ചെയ്തു. ആ മോഷണത്തിന് ശേഷമാണിത് ഇത്രയധികം വിശ്വപ്രശസ്തമായതും ഇത്രയധികം വിലപിടിപ്പ് ഉള്ളൊരു വസ്തുവായിട്ട് മാറുകയും ചെയ്തത് ആ മോഷണത്തിന് ശേഷമാണ്. പിന്നീട് 1967 $100 മില്യൺ ആണ് അത് ഇൻഷുർ ചെയ്തത്. അതായത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുക എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിന് സ്വന്തമാക്കി. $100 മില്യൺ അത് ഇൻഷുറൻസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ 2024 നോക്കുമ്പോൾ ഏകദേശം ഒരു $1 ബില്യൺ വരും അതിൻ്റെ ഒരു ആ മൂല്യം എന്ന് പറയുന്നത്. ഇതാണ് മൊണാലിസ പെയിൻറ്റിങ്. ഇറ്റാലിയൻ കലാകാരനായ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ആ ഒരു കലാസൃഷ്ടി ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു മൊണാലിസ എന്നൊരു ആ ഒരു ചിത്രത്തിന് വിശ്വപ്രശസ്തമായ ആ ഒരു പെയിൻറ്റിങ്ങിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.